റിപ്പോർട്ട് അന്വേഷണം തുടരുകയാണ്. അപ്രഖ്യാപിത നിയമന നിരോധനമോ? ആരോഗ്യവകുപ്പിലും അപ്രഖ്യാപിത നിയമന നിരോധനം. 3 വർഷം പൂർത്തിയാകാൻ പോകുന്ന സ്റ്റാഫ് നഴ്സുമാരുടെ PSC നിയമനം പല ജില്ലകളിലും 10% പോലുമായില്ല. കാലാവധി അവസാനിപ്പിക്കാൻ 3 മാസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ 107 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ഥിര നിയമനമേയില്ല. വയനാട്ടിൽ 243 പേർ മെയിൻ ലിസ്റ്റിലുണ്ടെങ്കിലും നിയമനം കിട്ടിയത് വെറും 6 പേർക്ക്. റിപ്പോർട്ടർ SIT പരമ്പര തുടരുന്നു. അപ്രഖ്യാപിത നിയമന നിരോധനമോ? ആരോഗ്യവകുപ്പിൽ നഴ്സുമാരുടെ കടുത്ത ക്ഷാമം നേരിടുന്നതിനിടെയാണ് 3 വർഷം മുമ്പ് PSC മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഓരോ ജില്ലകളിലും വെവ്വേറെ മെയിൻ ലിസ്റ്റാണ്. ഇവിടെയെല്ലാം ഒഴിവ് PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ എല്ലാ ജില്ലകളിലെയും കണക്കെടുത്താൽ മെയിൻ ലിസ്റ്റിൽ മാത്രം 4993 പേരുണ്ട്. ഒഴിവുകളിലേക്ക് നിയമനം നടത്തി വർഷം 3 പലയിടങ്ങളിലും വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമാണ് നിയമനം കിട്ടിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലെ റാങ്ക് ലിസ്റ്റ് കാലാവധി നവംബറിൽ അവസാനിക്കും. ഇവിടെ നടന്ന നിയമനം നോക്കൂ, വെറും 30. മെയിൻ ലിസ്റ്റിലുള്ളത് 342 പേർ. 10% പോലും മന്ത്രിയുടെ ജില്ലയിൽ നിയമനം കൊടുത്തില്ലെന്ന് ചുരുക്കം. 2021 മുതൽ ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ പുറകിലാണ്. ഒരു റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് കുത്തിയിരുന്ന് ഞങ്ങൾ ഉറക്കമൊഴിഞ്ഞ് പഠിച്ചാണ് 50 റാങ്കിനുള്ളിൽ വന്നത്. ഞങ്ങൾക്ക് ആദ്യം റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ വളരെ ആഹ്ലാദമായിരുന്നു, 50-നുള്ളിൽ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണ്, ഒരു ചോദ്യചിഹ്നമായിട്ടാണ് ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് ആരോഗ്യരംഗത്ത് പിന്നോക്കാവസ്ഥ നേരിടുന്ന വയനാട്ടിലേക്ക് പോകാം. ഇവിടെ ആകെ ലിസ്റ്റിലുള്ളത് 243 പേർ. കഴിഞ്ഞ മാസം വരെ നിയമനം കിട്ടിയതാകട്ടെ വെറും 6 പേർക്ക്. മറ്റൊരു പിന്നോക്ക ജില്ലയായ ഇടുക്കിയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. മെയിൻ ലിസ്റ്റിലുള്ളത് 140 പേർ. ഇതുവരെ നിയമനം കിട്ടിയതാകട്ടെ 12 പേർക്ക് മാത്രം. പത്തനംതിട്ടയിലെയും വയനാട്ടിലെയും ഇടുക്കിയിലെയും പോലെ തന്നെയാണ് മറ്റ് പല ജില്ലകളിലെയും അവസ്ഥ. എനിക്ക് റാങ്ക് നമ്പർ 19 അവിടെ ആകെ നടന്ന നിയമനം എന്ന് പറഞ്ഞാൽ 6 നിയമനമാണ് അവിടെ ആകെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ 4 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? പിന്നെ അവിടെ പോസ്റ്റ് ക്രിയേഷൻ നടന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു സാധ്യത ഉള്ളൂ. നമുക്ക് അവിടെ പ്രൊമോഷൻ 800 പ്രൊമോഷൻ നടന്നാലേ അവിടെ ഒരു 10 വേക്കൻസികളും വരത്തുള്ളൂ. ആനുപാതികമായി ഞങ്ങൾക്കൊരു വേക്കൻസി, അതായത് ഗ്രേഡ് 2 റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് ഈ അപ്പർ ഗ്രേഡിൽ റിട്ടയർമെൻറ്റ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടും അതിന് ആനുപാതികമായിട്ട് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രൊമോഷൻ ഞങ്ങൾക്ക് 2023 കിട്ടിയിട്ടില്ല. നിയമനം നടക്കാതിരിക്കുമ്പോൾ ഓരോ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെയും സ്ഥിരം നഴ്സുമാരുടെ കണക്കുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. എറണാകുളം ജില്ലയിലെ 17 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരൊറ്റ സ്ഥിരം നഴ്സ് പോലുമില്ല. തൃശ്ശൂരിൽ 16 ഇടങ്ങളിലില്ല. മന്ത്രിയുടെ പത്തനംതിട്ടയിലും 8 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ഥിരം നഴ്സുമാർ ഇല്ലേയില്ല. ഇങ്ങനെയാകെ സംസ്ഥാനത്ത് 107 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലാണ് സ്ഥിരം നഴ്സുമാരില്ലാതെ താൽക്കാലികക്കാരെ വെച്ച് നടത്തിപ്പോകുന്നത്. ലോകമാകെ ശ്രദ്ധിക്കുന്ന ആരോഗ്യ മേഖലയുള്ള കേരളത്തിലാണിത് സംഭവിക്കുന്നത്. സർക്കാരിനോ രാഷ്ട്രീയ നേതാക്കൾക്കോ PSC നിയമനത്തിനല്ല താല്പര്യം. പകരം സ്വന്തം ഇഷ്ടപ്രകാരം താൽക്കാലികക്കാരെ നിയമിക്കുന്നതാണ് വളരെ ഇഷ്ടം. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. നിരവധി പ്രേക്ഷകരാണ് യൂട്യൂബിൽ കമൻ്റ് അയക്കുന്നത്. ബ്യൂട്ടിഫുൾ ബ്രിനുലാജ്, ചിത്ര, മിഥുൻ, സുരഭി പാലശ്ശേരി, റോഷ്നി TT, നീതു കിഷൻ, രശ്മി, രജിന K, നിരവധി ആളുകളാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി ആളുകൾ ഇപ്പോൾ ഈ പരിപാടി തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സർക്കാരിനോട് തുടർച്ചയായി ഈ വാർത്തയുടെ ഫോളോ അപ്പ് നമ്മൾ നൽകും. മാത്രവുമല്ല, സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മൊഹല്ല ക്ലിനിക്കുകൾ ആണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് പുതുജീവൻ കൊടുത്തത്. കേരളത്തിൽ KK ശൈലജ ടീച്ചറും ഒക്കെ നടത്തിയിരിക്കുന്ന ആരോഗ്യവകുപ്പിലെ ഇടപെടലുകളാണ് ഒരു കാലഘട്ടത്തിൽ ഭരണ തുടർച്ച ഉറപ്പാക്കാനുള്ള സാഹചര്യം ഒരുക്കിയത്. നമ്മളുടെ PHCകളാണ്, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളാണ് ആരോഗ്യത്തെ തന്നെ പിടിച്ചു നിർത്തുന്ന, കേരളത്തിൻ്റെ ആരോഗ്യം സംരക്ഷിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട പടയാളികൾ എന്ന് പറയുന്നത്. അവിടെ 106 ഇടങ്ങളിലാണ് ഒരു നഴ്സിനെ പോലും നിയമിക്കാത്തത് എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം. സർക്കാരിനോട് നമ്മൾ ആവർത്തിച്ചു പറയുന്നു, എന്തുകൊണ്ട് തോറ്റു എന്ന് പരിശോധിക്കുമ്പോൾ ഈ സ്ഥിര നിയമനം
തടഞ്ഞ് താൽക്കാലിക നിയമനത്തിലൂടെ ഏതെങ്കിലും വളരെ ചുരുങ്ങിയ താല്പര്യങ്ങളാണ് നിങ്ങൾ സംരക്ഷിക്കുന്നതെങ്കിൽ അതിന് തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെയും അതുതന്നെയാണ് നടക്കുന്നത്. അപ്രഖ്യാപിത നിയമന നിരോധനമായി മാറുന്നു. താൽക്കാലിക നിയമനം കൂടുന്നു, സ്ഥിര നിയമനം ഉണ്ടാവുന്നില്ല. 106 PHSകളിൽ ഒരു നഴ്സ് പോലും സ്ഥിര നിയമനമില്ല. അതേസമയം 273 പേരുള്ള റാങ്ക് ലിസ്റ്റിൽ ആകെ 6 പേരെ മാത്രം നിയമിക്കുന്നു. ഇനി 3 മാസം മാത്രം സമയം അവസാനിക്കുന്നു. ഇതെന്തു നീതിയാണ് എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇനി നിങ്ങൾ അവരെ മാലാഖമാരെന്ന് വിളിച്ച് കളിയാക്കരുത്. നമുക്കൊപ്പം TV പ്രസാദ് കൂടി ചേരുന്നുണ്ട്. TV പ്രസാദ്, നിരവധി പ്രേക്ഷകർ വന്ന് വൈകാരികമായി പൊട്ടിത്തെറിക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് കമന്റുകളിലടക്കം. എന്തുകൊണ്ടായിരിക്കും സർക്കാർ, സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ സർക്കാർ തുറന്നു പറയണം, ഈ സർക്കാർ പാപ്പരാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അത് പറയാതെ ഈ അപ്രഖ്യാപിത നിയമന നിരോധനം നടത്തി ആരെ വെല്ലുവിളിക്കുകയാണ് ഈ സർക്കാർ? അരുൺ, ഇതിൽ സാമ്പത്തിക പ്രതിസന്ധിയല്ല കാരണം, മറിച്ച് താല്പര്യമാണ് എന്നുള്ളത് എല്ലാ വകുപ്പുകളിലെയും ഇത്തരം താൽക്കാലിക നിയമനങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതായത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും MLA-മാർക്കും എല്ലാവർക്കും താല്പര്യം താൽക്കാലിക നിയമനക്കാരോട് തന്നെയാണ്. കാരണം അവർ പറയുന്ന ഒരാൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. പക്ഷേ അത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തുണ്ടാക്കുന്ന പാളിച്ച എന്ന് പറയുന്നത് വളരെ വലുതുമാണ്. അരുൺ, ഇങ്ങനെ താൽക്കാലികമായി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് നമ്മുടെ സൊസൈറ്റിയോടുണ്ടാവുക, അല്ലെങ്കിൽ ആ വകുപ്പിനോടുണ്ടാവുക? അവരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ അവർക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ പറ്റുക? അവരെ പറഞ്ഞു വിടാൻ പറ്റുമായിരിക്കും. പക്ഷേ നേരെ മറിച്ച് സ്ഥിര നിയമനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് ചില്ലറയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലോകത്ത് തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും മികച്ച ആരോഗ്യരംഗം, പൊതുജനാരോഗ്യ രംഗമുള്ളത് അത് കേരളം തന്നെയാണ്, ഒരു തർക്കവുമില്ല. പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അരുൺ, യഥാർത്ഥത്തിൽ 4993 പേരുടെ മെയിൻ ലിസ്റ്റ് ഉണ്ട്. സംസ്ഥാനത്താകെ ഒരു ലിസ്റ്റല്ല, ഓരോ ജില്ലയിലും ഓരോ ലിസ്റ്റുകളാണ്. ആ ലിസ്റ്റിലുള്ള ഒഴിവുകളുടെ എണ്ണം നമ്മൾ കണ്ടു. അതായത് PSCക്ക് അതാത് വകുപ്പ് ഒഴിവ് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ചുള്ള മെയിൻ ലിസ്റ്റ് PSC ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നിട്ടും ആ മെയിൻ ലിസ്റ്റിൽ നിന്ന് ആളുകളെ എടുക്കാതെ പകരം അവിടെ താൽക്കാലിക ജീവനക്കാരെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് അഴിമതിയാണ് എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ചില ജില്ലകളുടെ കാര്യമാണ് നമ്മൾ ഈ വാർത്തയിൽ പറഞ്ഞത്. മറ്റ് ജില്ലകളുടെ കാര്യവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. വയനാട്ടിലെ കാര്യം നമ്മൾ കണ്ടല്ലോ അരുൺ, 250-ലേറെ പേരുടെ ലിസ്റ്റ് ഉണ്ടായിട്ട് നിയമിച്ചത് വെറും 6 പേരെയാണ്. മന്ത്രി വീണ ജോർജിന്റെ ജില്ലയിൽ പത്തനംതിട്ടയിൽ 300-ലേറെ പേരുടെ ലിസ്റ്റ് ഉണ്ടായിട്ട് നിയമിച്ചത് വെറും 30 പേരെയാണ്. ഇടുക്കിയിലും മറ്റ് പിന്നോക്ക ജില്ലയിലും ഇതുതന്നെയാണ് അവസ്ഥ. 10% പോലും നിയമനം ഇല്ലാത്ത ഒരുപാട് ജില്ലകളുണ്ട്. ഇതിനർത്ഥം ഈ സർക്കാരിനും ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിനും എല്ലാം താല്പര്യം താൽക്കാലികക്കാരോടാണ് എന്നാണോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അരുൺ, നമ്മൾ നേരത്തെ KSEB-യിലേത് പറഞ്ഞു, ഹയർ സെക്കൻഡറിയിലേത് പറഞ്ഞു, ഇപ്പോൾ സ്റ്റാഫ് നഴ്സിൻ്റെ കാര്യം പറയുന്നു, ഇനിയിപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യം പറയും, CPO റാങ്ക് ലിസ്റ്റ് പറയും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമ്മൾ കടക്കും. ഉറപ്പായിട്ടും ഈ സർക്കാരിന് ഒരു ബാധ്യതയുണ്ട്. റാങ്ക് ലിസ്റ്റിലുള്ളവരെ നിയമിക്കാനുള്ള ബാധ്യതയുണ്ട്. താൽക്കാലികക്കാരെ കുത്തിനിറച്ച് രാഷ്ട്രീയക്കാരുടെ ഇഷ്ടം സാധിക്കാനുള്ള ഒരു സംവിധാനമാക്കി നമ്മുടെ സർക്കാർ സംവിധാനം മാറ്റരുത് എന്നുള്ളതാണ് റാങ്ക് ലിസ്റ്റിലുള്ള ഓരോ ഉദ്യോഗാർത്ഥികളുടെയും അഭ്യർത്ഥന. അരുൺ, തീർച്ചയായിട്ടും TV പ്രസാദ്, വാർത്ത പ്രേക്ഷകരുടെ സമർത്ഥം സർക്കാരിൻ്റെ സമക്ഷം നമ്മൾ വെക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി ഇത് കേൾക്കണം, ഇതറിയണം. സ്വന്തം ജില്ലയിൽ പോലും 10% നിയമനം പോലും നടത്താൻ കഴിയുന്നില്ല. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ സ്ഥിര നിയമനത്തിന് ഇനിയും വേക്കൻസികൾ ബാക്കി നിൽക്കെ താൽക്കാലിക നിയമനം നടത്തി ഇനിയും ഈ മാലാഖമാരെ പറ്റിക്കരുത്. മാലാഖമാർക്കുമുണ്ട് അവരുടെ ജീവിതവും സ്വപ്നവും അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും കണ്ണീരും. അവരെ കൂടുതൽ പരീക്ഷിക്കരുത് എന്നർത്ഥം. അത് മാലാഖമാരുടെ മാത്രം പ്രശ്നമല്ല. ഒരു രോഗി, നഴ്സ്, ഈ അനുപാതം താളം തെറ്റുമ്പോൾ കഷ്ടപ്പെട്ടു പോകുന്ന രോഗികളുടെ അവസ്ഥ കൂടിയാണ്, ഈ സമൂഹത്തിൻ്റെ അവസ്ഥ കൂടിയാണ്. അതുകൊണ്ട് നഴ്സുമാരുടെ നിയമനം അതിവേഗം നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിക്കണമെന്നാണ് നമുക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്.